ചോദിക്കുന്നത് നിന്റെ തന്തയാരാ? ഞാനാ പോയി ചോദിക്കുന്നേ. സ്വാമി ഇന്ന് പൊളിക്കുഞ്ഞ. അയ്യോ പൊന്ന് തടഞ്ഞാ നിന്റെ നിനക്ക് പിന്നെ വായിൽ ഗോൾഡ് തടഞ്ഞാ വായിൽ പിന്നെ ഇട്ടിട്ട് പോയത്. നിനക്ക് പിന്നെ പൊങ്ങാത്ത നിനക്ക് കഴിവില്ലാത്തോണ്ടായിരിക്കും അവൾ ഇട്ടിട്ട് പോയത്. എന്ത് ഇവനിതെങ്ങനെ മനസ്സിലായി? നിന്റെ വീട്ടുകാരെ പറയുമ്പോ നിനക്ക് എനിക്ക് എന്നെ പറയാൻ മയിരേ, നീ എന്തുവാ നിനക്ക് കുണയ്ക്കുന്ന എല്ലാം കേട്ടിട്ട് മിണ്ടയക്കുന്ന കുറെ കുണ്ണയെ പോലെ എന്നെ കാണല്ലേ തൊപ്പി. ഞാൻ പറയുവാ, ഞാൻ നിന്റെ ലൈഫിൽ കയറി കളിച്ചിട്ടില്ല. നീ എന്നെയും ആ ഒരു പെണ്ണിനെ പേഴ്സണൽ ലൈഫിൽ കയറി കളിച്ചോണ്ട് മാത്രം നിന്നെ ഞാൻ ഇത് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ മോനെ കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയും, ഫസീന്റെ കാര്യം ഇതിലെടുത്തിടാൻ പറ്റില്ല. അയ്യോ പിന്നെ നിനക്ക് എല്ലാരും ഇടാലോ. നീ പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ചല്ലോ മൈര. നീ ആരും അങ്ങോട്ട് വിളിക്കുന്നേറ്റല്ലടാ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് പൊന്നു മോനെ. ഇതാകെ വശപ്പശായല്ല. എടാ പറയുന്ന കേക്ക്. നീ എന്തോ നീ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യമാണ് തൊപ്പി പറയുന്നത്. പറ സംസാരിക്ക്. മൂട് നീ എന്തിനാടാ ഓളൊക്കെ ആരും എടുത്തോണ്ട് ഒന്ന് രണ്ടാക്കണ്ട, ഇഷ്ടം പോലെ ചോദിക്കാൻ ഞാൻ ഇരുന്നു തന്നാ പോരാ, മറുപടി തരണം. ഡിപ്രഷൻ പിള്ളേരെ കര, എല്ലാരും ഒന്ന് കര. ഡിപ്രഷൻ തൊപ്പിക്ക്. അയ്യോ ഡിപ്രഷൻ. ഒന്ന് ഡിപ്രഷൻ ആയിട്ട് ഒരു 5 മാസം കഴിഞ്ഞിട്ടില്ല ഇവിടെ കേട്ടോ. നിനക്ക് എല്ലാരെയും പറയാം, നമ്മൾ തിരിച്ചു പറഞ്ഞാൽ നിനക്ക് പറ്റത്തില്ല അല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇവനാവുന്ന അനുഭവിപ്പിക്കുക, ആ പെയിന് ഇവനൊന്ന് അനുഭവിക്കണം. എന്നാലും ഇവന് മനസ്സിലാവണം കാര്യം പറയാലോ. കരയിപ്പിക്കാതെ തൊപ്പി. എന്തുവാ നമ്മള് നീ ഡിപ്രഷൻ നിങ്ങളുടെ ഇച്ചുപുള്ളി വെച്ച് കരയും തൊപ്പി. എന്തുവാ എന്താടി ഇവിടെ വെട്ടവും വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. സംസാരിക്കൂ ബ്രോ, സംസാരിക്കൂ. മൂഡ് പോയെങ്കിൽ എനിക്കറിയണം. നിന്റെ മൂഡ് ഞാൻ താങ്ങി വെച്ചിട്ടില്ല. നീ സംസാരിക്കുള്ളൂ, നീ സംസാരിക്കും. ഒരാളെ വന്ന് ഇങ്ങനെ പറയുമ്പോ എല്ലാ സംസാരിക്കാനുള്ളതെല്ലാം ഞാൻ നേരത്തെ യൂട്യൂബ് ലൈവില് നിന്നെ കോൾ ചെയ്തപ്പോ ഒരു അരമണിക്കൂർ ഞാൻ നിന്നോട് സംസാരിച്ചു. നിനക്ക് തരാനുള്ളതെല്ലാം ഞാൻ തന്നു. എന്തോന്ന് തരാം? സംസാരിക്കാനില്ല. ഇനി പുതിയ വിഷയം ഉണ്ടെങ്കിൽ ഞാൻ 500 ബിരിയാണിക്കാണ് വിളിച്ചു വരുത്തിയത് തരാനുള്ള തന്നെന്ന് പറയാൻ വേണ്ടി. മുതലേ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെൻറ്റീൻ കിട്ടിയതാ. തരാനുള്ള തന്നെന്ന് പറയാൻ വേണ്ടി. നീ എന്തോ പറയുന്ന? തരാനുള്ളത് തന്നോ? നിനക്ക് വേറെ പെണ്ണിനെ വെച്ച് ഇതേപോലെ പറയാം. ഞാൻ എന്തോ പറഞ്ഞിട്ട് കൊണ്ടോ? ഞാൻ വേറെ ഒന്നും വൃത്തിയോട് പറഞ്ഞില്ലല്ലോ. പിന്നെ എടാ മൈരെ, നിന്റെ അവിടുത്തെ പെണ്ണിനെ കാട്ടി വലുതാണ് എന്റെ തന്തിന്റെ. നീ തന്തയ്ക്ക് വിളിക്കുമ്പോ പിന്നെ നിന്റെ പശു പറയില്ല. നിന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ തൊപ്പി. അയ്യോ നിന്നെ വെച്ചല്ലേ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇത്രയും കാലം നിന്നെ വെച്ചല്ലേ ലൈവില് കൊളയാൻ പേര് കിട്ടില്ല. വേറെ നേടാ വേണ്ട. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. നിന്നെ വിളിച്ച് ബോംബെയിലെ മീൻ കച്ചവടക്കാരനായാലും ശരി, സ്വർണ്ണ കച്ചവടക്കാരനായാലും ശരി, നേരെ ചൊവ്വ അല്ലെങ്കിൽ അറക്കുളം ബായോട് മുട്ടാൻ നിൽക്കല്ല. ആ വായനകത്തൊരു പഴം എടുക്കുക. എടാ നിന്റെ അക്കൗണ്ടിന് എന്റെ അക്കൗണ്ട് പ്രൊമോഷൻ തരാൻ വേണ്ടിയല്ല. ഓക്കെ, നിന്റെ അപരാധം അറിയണം. നീ എല്ലാരെയും പറ്റി പറയുന്ന അപരാധം അറിയണം. ഓക്കെ, നീ പറഞ്ഞല്ലോ ഞാൻ എന്തോ നീ അയക്കുന്ന മെസ്സേജ് എല്ലായിടത്തും ഞാൻ സ്റ്റോറി ഇടുന്നത് നിന്റെ അപരാധം കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ എനിക്ക് ഞാൻ ഇവനോട് എന്ത് മെസ്സേജ് അയച്ചാലും ഇവനെടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇടുക. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. നിന്റെ അപരാധം കാണണ്ടേ തൊപ്പി? എല്ലാരും നിന്നെ മനസ്സിലാക്കാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന് മതി. നിന്റെ ഫാൻ ബോയ് ആവണോ മൈര് നിന്നെ മനസ്സിലാക്കാൻ? മൈര് അടുത്ത പറയാലേ ഞാൻ പറഞ്ഞു. നീ എത്ര സമയമാണ് ഒരാളോട് സംസാരിക്കുന്നത്? നിനക്ക് പറയാലേ നിനക്ക് അടുത്തേക്ക് നീ ഇറങ്ങി. നിനക്ക് പറയാൻ പറ്റത്തേ നീ ഇറങ്ങി പോണ എന്റെ ലൈവിൽ നിന്ന്. ഞാൻ എന്റെ ലൈവാണ്. നിന്നെ എന്റെ ഔദാര്യത്തിലാണ് കയറ്റിയത്. ഓക്കെ, നിന്റെ വീട് എവിടെ? എന്റെ വീട് ട്രിവാൻഡ്രമാണ് ബ്രോ. ട്രിവാൻഡ്രോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും പെണ്ണാലോചിക്കാനാണോ? അല്ല, അച്ഛൻ ചോദിച്ചാ വീട് ട്രിവാൻഡ്രത്ത് എവിടെയാന്ന് ചോദിക്കണം. ട്രിവാൻഡ്രത്ത് പല സ്ഥലത്തും കാണും. ഇപ്പൊ ട്രിവാൻഡ്രം അറിഞ്ഞിട്ട് എന്തിനാ പെണ്ണാലോചിക്കാൻ വരാനാണ് അങ്ങോട്ട്? എടാ നീ എന്താ എന്നെ പേടിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്യൂല. പേടിക്കണ്ട. പേടിക്കാൻ ആരാണ്? നീ എന്റെ സ്ഥലം പറഞ്ഞോ? പേടിക്കണ്ട, പറഞ്ഞോ. ഇടാ എന്തു ഞാൻ ട്രിവാൻഡ്രത്താണ് ബ്രോ. വർക്കല വന്നിട്ട് എന്നെ വിളിക്കും, ഞാൻ വരാം അങ്ങോട്ട്. CBSE വേഴ്സസ് സ്റ്റേറ്റ്.
എന്നിട്ട് CBSE ആരെന്ന് ചോദിച്ചു അപ്പൊ തൊപ്പിന്ന് പറയാം എന്നിട്ട് വീണ്ടും ചിരിക്കണേ എടാ പോടാ മയില് എടാ നിന്റെ നീ എന്താ തെറി വിളിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് നല്ല ടേംസിൽ ആസിഫ എന്റെ തന്തയ്ക്ക് നിനക്ക് വിളിക്കാൻ അറിയെങ്കിൽ എനിക്ക് തെറിയല്ല ഞാൻ നീ ആദ്യം എന്റെ തന്തക്ക് വിളിച്ച് പൊന്നു മൈര നീ ആദ്യം എന്റെ തന്തക്ക് വിളിച്ച് ഈ ഇൻസ്റ്റാ ലൈവ് അല്ല നമ്മളതിന് മുന്നേ യൂട്യൂബിൽ കോൾ ചെയ്ത് ഓർമ്മ നീ എന്റെ തന്തക്ക് വിളിച്ച് നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് പണിയിട്ടില്ല നീ എന്റെ വീഡിയോ നീ നിന്റെ ലൈവ് സ്ട്രീമിൽ ഇരുന്ന് സെർച്ച് ചെയ്ത് നീ മൂഞ്ചിയതാണ് ഓക്കെ അപ്പൊ ഞാൻ തെറി വിളിച്ചില്ല നീ ഞാനിപ്പം എന്റെ ലൈവിൽ വന്ന് തെറി വിളിച്ചേ ഓക്കെ എനിക്ക് ഇഷ്ടമല്ല ഗേ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കത് പേഴ്സണലി എനിക്ക് കൊണ്ട് ബ്രോ ഗേ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതിനെന്തിനു തെറി വിളിക്കണം ബ്രോ എന്തുവാ നിന്നെ പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോ അതോ മടിയിൽ എടുത്ത് തടവണോ നിന്നെ ഞാൻ വിചാരിച്ചില്ല കാര്യം പറയണം അല്ല എന്റെ വിളിക്കണം നീ എന്താ തന്തക്ക് വിളിക്കുന്നത് നീ ആര് ഞാൻ ആരാണെന്നോട് തന്റെ വിചാരം നീ ആര് എടാ ഞാൻ റെസ്പെക്റ്റിൽ സംസാരിക്കുമ്പോ തിരിച്ച് റെസ്പെക്റ്റിൽ നീ നിന്റെ ലൈവ് സ്ട്രീമിൽ നിനക്ക് റെസ്പെക്ട് ഇല്ലായിരുന്നല്ലോ നിനക്ക് ഇപ്പൊ എന്ത് റെസ്പെക്ട് തോന്നുന്നത് നേരത്തെ ഞാൻ നല്ല റെസ്പെക്റ്റിൽ സംസാരിച്ച പൊന്നു മോനെ നീ പോയിട്ട് ആ ലൈവ് എടുത്ത് കണ്ടു ഈ ലൈവ് അല്ല നീ റോങ് ആയപ്പോ ഞാൻ തിരിച്ച് റോങ് അതെല്ലാം വിട നമുക്ക് നല്ലതിൽ പോവാം ഓക്കെ ഞാൻ നിന്നെ ഉണ്ടെന്ന് സംശയിച്ചതില് സോറി ഓക്കെ LGBT നിന്റെ മൊത്തം കമ്മ്യൂണിറ്റി LGBT കമ്മ്യൂണിറ്റിനോട് ഞാൻ സോറി എടാ പറയുന്നേക്ക് നീ വീണ്ടും 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 നീ കൊണക്കേണ് അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ ചില ഉരുപ്പിടികൾ അങ്ങനെയാ പ്രായമായാലും ഒതുങ്ങുകയല്ല ഞാൻ എന്താ പറഞ്ഞു അതിന് തന്നാരും വിളിച്ചില്ല വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത് എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ